നമസ്കാരം. ACV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കൊല്ലത്ത് വീണ്ടും ക്ഷേത്ര കവർച്ച. കിളികല്ലൂർ പാൽക്കുളങ്ങര ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും തിരുവാഭരണങ്ങൾ നഷ്ടപ്പെട്ടു. കൊട്ടാരക്കര അഡീഷണൽ സബ് രജിസ്ട്രാർ ഓഫീസിലുണ്ടായ തീപിടുത്തത്തിൽ ഫയലുകൾ കത്തിനശിച്ചു. ജില്ലയിലെ അരിക്ഷാമത്തിന് ആശ്വാസവുമായി ആന്ധ്രയിൽ നിന്നും അരിവാഗൻ എത്തി. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. കൊല്ലത്ത് വീണ്ടും ക്ഷേത്ര കവർച്ച. കിളികല്ലൂർ കല്ലുംതാഴം പാൽക്കുളങ്ങര ശ്രീ ഭഗവതി ക്ഷേത്രത്തിലാണ് കവർച്ച നടന്നത്. 7.5 പവനോളം സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടു. ചുറ്റുമതിൽ ചാടിക്കടന്നാണ് മോഷ്ടാക്കൾ ക്ഷേത്രത്തിനുള്ളിൽ കടന്നിരിക്കുന്നത്. ക്ഷേത്രത്തിലെ തിടപ്പള്ളിയുടെ പൂട്ട് തകർത്ത നിലയിലാണ്. ഇതിനുള്ളിൽ നിന്നും അയ്യപ്പൻ കോവിലിന്റെ താക്കോലെടുത്ത ശേഷം അതിനുള്ളിലായി സൂക്ഷിച്ചിരുന്ന ശ്രീകോവിലിന്റെ താക്കോൽ മോഷ്ടിച്ചു. തുടർന്ന് ശ്രീകോവിലിന്റെ പൂട്ട് തുറന്ന് ദേവീവിഗ്രഹത്തിൽ ചാർത്തുന്ന 5.5 പവന്റെ മാല, മൂക്കുകുത്തി, കമ്മൽ, താലി, വാളിൽ കെട്ടിയിരുന്ന കാപ്പ് എന്നിവയാണ് അപഹരിക്കപ്പെട്ടത്. കോവിലിനുള്ളിൽ പ്രത്യേകം സൂക്ഷിച്ചിരുന്ന ഇടത്തുനിന്നുമാണ് ആഭരണങ്ങൾ നഷ്ടപ്പെട്ടത്. 2 വഞ്ചികൾ കുത്തി തുറന്നും കവർച്ച നടന്നു. ക്ഷേത്രത്തിലെ പ്രധാന വഞ്ചി തകർക്കാൻ ശ്രമം നടന്നിട്ടുണ്ട്. ഓഫീസ് തകർത്തിട്ടുണ്ടെങ്കിലും യാതൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ആഭരണങ്ങളിൽ ചിലത് മോഷ്ടിക്കാൻ ശ്രമം നടത്തിയെങ്കിലും ഇവ ക്ഷേത്രത്തിനുള്ളിൽ പലയിടങ്ങളിലായി ചിതറിക്കിടക്കുന്ന നിലയിൽ കണ്ടെത്തി. രാവിലെ ക്ഷേത്രത്തിലെത്തിയ ജീവനക്കാരാണ് കവർച്ച നടന്നതായി ആദ്യം അറിയുന്നത്. 7.5 പവനോളം സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ക്ഷേത്ര ഭരണസമിതി സെക്രട്ടറി സുദർശനൻ പറഞ്ഞു. പിന്നെ 2 വഞ്ചി പൊച്ചിട്ടുണ്ട്. വഞ്ചി വലിയ എമൗണ്ട് ഉള്ളതല്ല, മെയിൻ വഞ്ചി പൊട്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതെല്ലാം ശ്രമം നടത്തിയിരിക്കുന്നു. പിന്നീട് ഓഫീസ് റൂം കുത്തി തുറന്നു, അതിനകത്ത് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. തിടപ്പള്ളി കുത്തി തുറന്ന് അതിനകത്ത് നിന്നാണ് താക്കോലെടുക്കുന്നത്. അത് അയ്യപ്പൻ ക്ഷേത്ര താക്കോലാണ് എടുക്കുന്നത്. അതെടുത്തുകൊണ്ട് അയ്യപ്പൻ ക്ഷേത്രം തുറന്നു, അതിനകത്ത് ഇരുന്ന ദേവീക്ഷേത്രത്തിൻ്റെ താക്കോലുകളെടുത്ത് കൊണ്ടുവന്ന് ദേവീക്ഷേത്രം തുറന്ന് അതിനകത്ത് കയറിയാണ് ഈ സാധനം എടുത്തുകൊണ്ട് പോയിരിക്കുന്നത്. അത് സാധനം ചാർത്തിയിരുന്നതല്ല, അത് പ്രത്യേകം ഒരു പൊതിയാക്കി വളരെ മുകളിൽ ഇത് ഒളിച്ചു വെച്ചിരുന്നതാണ്. അത് എടുത്തുകൊണ്ടാണ് പോയത്. സംഭവം അറിഞ്ഞ് സ്ഥലത്തെത്തിയ പോലീസും ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും അന്വേഷണം ആരംഭിച്ചു. ക്ഷേത്രത്തിൽ നിന്നും മണമെടുത്ത പോലീസ് നായ 600 മീറ്റർ അകലെ വരെ പോയി. കഴിഞ്ഞ ദിവസം രാത്രി വൈകി അപരിചിതരായ ചിലർ ബൈക്കുകളിൽ എത്തി പ്രദേശത്തെ ഒഴിഞ്ഞുകിടക്കുന്ന പുരയിടത്തിൽ ബൈക്കുകൾ വച്ചിരുന്നതായും പുലർച്ചെയാണ് അവർ മടങ്ങിയതെന്നും പ്രദേശവാസികൾ പറഞ്ഞു. ഇതോടെ ക്ഷേത്രം കേന്ദ്രീകരിച്ച് കവർച്ച 3ആയി. മുൻപ് കടപ്പാക്കട ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിലും തോപ്പിൽക്കടവ് ജ്ഞാനക്ഷേത്രത്തിലും കവർച്ച നടന്നിരുന്നു. പ്രതികളെക്കുറിച്ച് സൂചനകൾ ലഭിച്ചിട്ടുണ്ടെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുമ്പോഴും തുടർച്ചയായി നടക്കുന്ന മോഷണങ്ങളിൽ ജനങ്ങൾ ഭീതിയിലാണ്. ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുള്ള കവർച്ചകൾ ജില്ലയിൽ വ്യാപകമാകുന്നു. ശക്തമായ നിരീക്ഷണങ്ങൾക്കിടയിലും തുടർച്ചയായി നടക്കുന്ന മോഷണങ്ങൾ പോലീസിനും തലവേദനയാകുന്നു. ദിവസങ്ങൾക്ക് മുൻപ് കടപ്പാക്കട ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രം, തുടർന്ന് തോപ്പിൽക്കടവ് ജ്ഞാനക്ഷേത്രം, ഇപ്പോൾ കിളികൊല്ലൂർ പാൽക്കുളങ്ങര ശ്രീ ഭഗവതി ക്ഷേത്രം. കവർച്ചക്കാർ ക്ഷേത്രങ്ങളെ ലക്ഷ്യം വെച്ച് മുന്നോട്ടു പോകുമ്പോൾ നട്ടം തിരിയുന്നത് പോലീസ്. ഉത്സവ സീസണിൽ ക്ഷേത്രങ്ങളിൽ ഉണ്ടാകുന്ന വരുമാനവും ആഭരണങ്ങളുമാണ് കവർച്ചാ സംഘങ്ങളെ ഇവിടങ്ങളിലേക്ക് ആകർഷിക്കുന്നത്. ക്ഷേത്ര കവർച്ചകൾ പതിവാക്കിയ നഗരത്തിലെ മുന്തിയ മോഷ്ടാക്കൾക്കായി പോലീസ് വലവിരിച്ചെങ്കിലും ഫലമുണ്ടായില്ല. പലരും ഒളിവിൽ. പക്ഷേ അപ്പോഴും മോഷണം തുടരുന്നു. കടപ്പാക്കടയിൽ ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിന്റെ മേൽക്കൂരയുടെ ഷീറ്റ് വളച്ചാണ് മോഷ്ടാക്കൾ ഉള്ളിൽ കടന്നതെങ്കിൽ ജ്ഞാനക്ഷേത്രത്തിൽ കായൽ മാർഗമെത്തി ഇരുമ്പുവേലി തകർത്ത് ഗ്ലാസ് പൊട്ടിച്ചാണ് കടന്നത്. പാൽക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ പക്ഷേ അത്രയും അധ്വാനം വേണ്ടി വന്നില്ല. ചെറിയ ചുറ്റുമതിൽ ചാടിക്കടന്നായിരുന്നു ഇവിടെ മോഷണം. സ്വർണ്ണവില കണക്കാക്കുമ്പോൾ മോഷ്ടാക്കളുടെ ലക്ഷ്യം വിഗ്രഹത്തിലുള്ള ആഭരണങ്ങൾ തന്നെയാണ്. വഞ്ചികൾ പൊട്ടിച്ച് നാണയങ്ങൾ കൊണ്ടുപോകുന്നത് ശ്രമകരമെങ്കിലും കടപ്പാക്കടയിലും പാൽക്കുളങ്ങരയിലും അതും ഉണ്ടായി. സ്വർണം ഉൾപ്പെടെ 1.25 ലക്ഷം രൂപയുടെ സാധനങ്ങളാണ് മോഷ്ടാക്കൾ കടപ്പാക്കടയിൽ നിന്നും കൊണ്ടുപോയത്. ജ്ഞാനക്ഷേത്രത്തിൽ പക്ഷേ പ്രതീക്ഷകൾ തെറ്റി. ശ്രീ രവിശങ്കർ ജില്ലയിൽ സന്ദർശിച്ചു മടങ്ങിയതിനു ശേഷം നാളുകൾ പിന്നിട്ടപ്പോൾ നടന്ന മോഷണത്തിന്റെ ലക്ഷ്യം പണം തന്നെ ആയിരിക്കണം. എന്നാൽ അവിടെ നിന്നും മോഷ്ടാക്കൾക്ക് കൊണ്ടുപോകാനായത് 60,000 രൂപയോളം വില വരുന്ന ചില ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ. 3 മോഷണങ്ങളിൽ 2 എണ്ണം നോക്കിയാൽ ഇവിടെ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന താക്കോൽ കൂട്ടങ്ങൾ മോഷ്ടാവിനെ വളരെ എളുപ്പം കണ്ടെത്താനായി എന്നത് ചില സംശയങ്ങൾക്ക് വഴിവെക്കുന്നു. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഭരണസമിതിയിലെ ചിലർക്ക് മാത്രം അറിയാവുന്ന തരത്തിലാണ് കടപ്പാക്കടയിലും പാൽക്കുളങ്ങരയിലും ശ്രീകോവിലിന്റെ താക്കോലുകൾ സൂക്ഷിച്ചിരുന്നതും. ഇതിൽ പാൽക്കുളങ്ങരയിൽ സംഭവിച്ചത് അതീവ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന ശ്രീകോവിലിന്റെ താക്കോൽ മോഷ്ടാവിനെ ലഭിച്ചു എന്നതും. എന്തായാലും മോഷ്ടാക്കൾ ക്ഷേത്രങ്ങൾ ലക്ഷ്യം വെച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ ശക്തമായ നിരീക്ഷണങ്ങൾ ഏർപ്പെടുത്തിയ പോലീസ് മോഷ്ടാവിന്റെ അടുത്ത ലക്ഷ്യം എവിടെയെന്നറിയാതെ കുഴയുകയാണ്.
കൊട്ടാരക്കര അഡീഷണൽ സബ് രജിസ്ട്രാർ ഓഫീസിലുണ്ടായ തീപിടുത്തത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചു. സംഭവത്തിന് പിന്നിൽ അട്ടിമറിയാകാമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പ്രാഥമിക നിഗമനം. കൊട്ടാരക്കര പുലമണ്ണിൽ പ്രവർത്തിച്ചിരുന്ന സബ് രജിസ്ട്രാർ ഓഫീസിൽ ഞായറാഴ്ച വൈകിട്ടോടെയാണ് തീപിടുത്തമുണ്ടായത്. KAP ക്വാർട്ടേഴ്സിനും സബ് ജയിലിനും പോലീസ് സർക്കിൾ ഓഫീസിനും സമീപത്തായാണ് സബ് രജിസ്ട്രാർ ഓഫീസ്. KAPയുടെ ക്വാർട്ടേഴ്സിലുള്ളവരാണ് ഇവിടെ നിന്നും പുക ഉയരുന്നത് ആദ്യം കണ്ടത്. തുടർന്ന് സമീപത്തെ സർക്കിൾ ഓഫീസിൽ വിവരമറിയിച്ചതനുസരിച്ച് CIയുടെ നേതൃത്വത്തിൽ പോലീസും ജയിൽ അധികൃതരും സ്ഥലത്തെത്തി. അപ്പോഴേക്കും ഓടുമേഞ്ഞ ഓഫീസിനുള്ളിൽ തീ വ്യാപിച്ചു കഴിഞ്ഞു. റെക്കോർഡ് റൂമിൽ സൂക്ഷിച്ചിരുന്ന ഫയലുകൾ പൂർണ്ണമായും കത്തിനശിച്ചു. ഓഫീസിന്റെ ജനൽ ചില്ലുകളും ഓടുകളും തീ പടർന്നതിനെ തുടർന്ന് പൊട്ടിത്തെറിച്ചു. വിവരമറിഞ്ഞ കുണ്ടറ, പുനലൂർ, അടൂർ എന്നിവിടങ്ങളിൽ നിന്നും ഫയർഫോഴ്സ് എത്തി മണിക്കൂറുകളെടുത്താണ് തീ പൂർണ്ണമായും കെടുത്തിയത്. പ്രദേശത്തുണ്ടായ ശക്തമായ കാറ്റ് തീ പെട്ടെന്ന് വ്യാപിക്കാൻ കാരണമായി. ഓഫീസിനുള്ളിൽ റാക്കുകളിൽ അടുക്കിയിരുന്ന ആധാര സംബന്ധമായ രേഖകളാണ് കത്തിയെരിഞ്ഞത്. വർഷങ്ങൾ പഴക്കമുള്ള ഭൂമി സംബന്ധമായ ക്രയവിക്രയ രേഖകളും മുൻ ആധാരങ്ങളുമായിരുന്നു ഇവിടെ സൂക്ഷിച്ചിരുന്നത്. ഇതിനുള്ളിലായി ഉണ്ടായിരുന്ന കമ്പ്യൂട്ടറുകളും മറ്റുപകരണങ്ങളും ഓഫീസിന്റെ പൂട്ട് തകർത്ത പോലീസും നാട്ടുകാരും ചേർന്ന് പുറത്തെടുത്തു. ഉമ്മന്നൂർ, വെട്ടിക്കവല, മേലില പഞ്ചായത്തുകളിലുള്ളവർക്കായാണ് കൊട്ടാരക്കര അഡീഷണൽ സബ് രജിസ്ട്രാർ ഓഫീസ് പ്രവർത്തിക്കുന്നത്. ശ്രീധരന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അഡീഷണൽ സബ് രജിസ്ട്രാർ ഓഫീസിന് തീപിടുത്തമുണ്ടായ വാർത്തയറിഞ്ഞ് നിരവധി പേർ അതിരാവിലെ തന്നെ ഓഫീസിലെത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം രജിസ്റ്റർ ചെയ്ത ആധാരവും കത്തി നശിച്ചതായി ആധാരമെഴുത്തുകാർ പറയുന്നു. 8 ലക്ഷം രൂപ വില വെച്ച് 80,000 രൂപ പത്രത്തെഴുതിയ ആധാരം വരെ ഇരിപ്പുണ്ട് സാർ. അതിനകത്ത് 26-ാം തീയതി തൊട്ടുള്ള ആധാരങ്ങൾ പെൻഡിങ് കിടക്കും അവിടെ. ഒരുപാട് പെൻഡിങ് തോണ്ട ഇരിക്കുന്ന ആധാരങ്ങൾ സാറിന് പോയി നോക്ക്. ഞാൻ കാണിക്കാം ഫോട്ടോ വെച്ച ആധാരങ്ങൾ 26/2/99 എഴുതിയ ആധാരങ്ങൾ ഇരിപ്പുണ്ടോ ഇല്ലെന്ന് സാറൊന്ന് നോക്ക്. ഒരുപാട് ആധാരങ്ങൾ ഇരിപ്പുണ്ട്. 26/2/99 എഴുതിയ ആധാരം തൊട്ട് ഇങ്ങോട്ടുള്ള ആധാരങ്ങൾ മൊത്തം ഇരിപ്പുണ്ട്. PWD ഇലക്ട്രിക് വിഭാഗം നടത്തിയ അന്വേഷണത്തിൽ ഷോർട്ട് സർക്യൂട്ട് അല്ല തീപിടുത്ത കാരണമെന്ന് വ്യക്തമായിട്ടുണ്ട്. ഫോറൻസിക് വിദഗ്ധ ശ്രീദേവി സ്ഥലത്തെത്തി പരിശോധന നടത്തി. രജിസ്റ്റർ ഓഫീസിലെ ഉദ്യോഗസ്ഥരിൽ നിന്നും മൊഴിയെടുത്തു. ഫയലുകൾ അടക്കമുള്ളവ ആരോ കത്തിച്ചതാണെന്ന് സബ് രജിസ്ട്രാർ I. ജോസഫ് പറഞ്ഞു. ആരെങ്കിലും ചെയ്തിരിക്കാം. എങ്ങനെ ചെയ്തിരിക്കാം? തീപ്പെട്ടി കൊണ്ടടിച്ചാൽ ആപ്പെട്ടോ അപ്പുറത്ത് ജോലിക്കാരുണ്ട്, ജോലിക്കാരുണ്ട്. അപ്പുറത്ത് വീട് പണി നടക്കുന്നുണ്ട്. ആ വീട് പണി നടക്കുന്ന ഇതും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്? ഈ കോമ്പൗണ്ടിനോട് ചേർന്ന് തന്നെ 5 മീറ്റർ വരെ വ്യത്യാസം. അവര് ബൈക്കൊക്കെ അവിടെ കൊണ്ടുപോയിരിക്കും. പല ദിവസം വരുന്നുണ്ട് ഇങ്ങനെ മദ്യക്കുപ്പികൾ ആ ഭാഗത്ത് കിടക്കും. സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തിവരികയാണെന്ന് ശ്രീധരൻ അറിയിച്ചു. ജില്ലയിലെ അരിക്ഷാമത്തിന് ആശ്വാസവുമായി ആന്ധ്രയിൽ നിന്നും അരി വാഗൺ എത്തി. ഇതോടെ ഉയർന്നു നിൽക്കുന്ന അരിവില വരും ദിവസങ്ങളിൽ കുറയും എന്ന സൂചനയാണ് വിപണിയിൽ നിന്നും ലഭിക്കുന്നത്. കഴിഞ്ഞ ദിവസം എത്തിയ അരി വാഗണിൽ നിന്നും കച്ചവട കേന്ദ്രങ്ങളിലേക്ക് മാറ്റി തുടങ്ങി. 36,000 ചാക്കുമായി ഒരു റാക്ക് ജയ അരിയാണ് എത്തിയിട്ടുള്ളത്. മില്ലുടമകളും ആന്ധ്ര സർക്കാരും തമ്മിലുള്ള തർക്കത്തെ തുടർന്നാണ് ആന്ധ്രയിൽ നിന്നും അരിവരവ് നിലച്ചത്. ഇതിനെ തുടർന്ന് അരിവില ഉയരുകയും ചെയ്തു. എന്നാൽ നിലവിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമായതോടെ ആന്ധ്രയിൽ നിന്നും അരിവരവ് ആരംഭിച്ചു.